2024 CGL റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഗോൾ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ അക്കാഡമിക് ഹെഡാണ്. പുള്ളിയാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, 2024 ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ കട്ട് ഓഫ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ സേഫ് സ്കോറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ സേഫ് സ്കോർ ആയിട്ട് പറഞ്ഞത് CGL പ്രിലിംസ്, അതായത് Tier 1 സേഫ് സ്കോർ എന്ന് പറയുന്നത് 170 മാർക്കായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിന്റെ അടിയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്, ഇത് ഇത്രയും വാങ്ങിക്കണോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഈ SSC CGL പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് JSO എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. JSO എന്ന് പറഞ്ഞ പോസ്റ്റ്, JSOയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 167 മാർക്കാണ്. അതായത് 2024 SSC CGL JSOന്റെ കട്ട് ഓഫ് 167 മാർക്കാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് 170? ഇപ്പോൾ നിങ്ങൾ പല വീഡിയോസും യൂട്യൂബുകളിൽ കാണുന്ന ആൾക്കാരായിരിക്കും, അതായത് സുലഭമായിട്ട് യൂട്യൂബുകളിൽ ഇപ്പോൾ SSC CGL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടം പോലെ കാണും. ഇപ്പോൾ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 150 മാർക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ അത് ഉദ്യോഗാർത്ഥികളായ നിങ്ങളോട് ചെയ്യുന്നൊരു ചതി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സേഫ് സ്കോർ, നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ് സ്കോർ നമ്മൾ ഒരിക്കലും പറയില്ല. പല ആൾക്കാർ ഇതിലോട്ട് വരുന്നത് തന്നെ ആ പോസ്റ്റുകൾ കണ്ടിട്ട്, ഇപ്പൊ ഇതുപോലുള്ള ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും CBI പോലുള്ള പോസ്റ്റുകൾ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ അതുപോലുള്ള വലിയ പോസ്റ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വലിയൊരു പ്രിപ്പറേഷൻ ആ ഒരു സേഫ് സ്കോറിലേക്ക് ഇപ്പോ സാറും പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. 170 നമ്മളൊരു സേഫ് സ്കോർ ആയിട്ട് പറയാം CGL Tier 1. സാർ അത് യോജിക്കുന്നുണ്ടോ? ഇല്ലേ? 170 യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇത്തവണത്തെ കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ 153 കട്ട് ഓഫ് വന്ന്. ഇപ്പോൾ 153 ഏകദേശം ആ ഒരു റേഞ്ച്, 153, 55 ആ റേഞ്ചിലാണ് കട്ട് ഓഫ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഓരോ ഇയറിലേക്ക് നമ്മുടെ 2025 മുതൽ സാറന്ന് അടുത്ത വീഡിയോയിലാണെങ്കിലും 2020 മുതൽ അനാലിസിസാണ് വരുന്നത്. അവിടെ നോക്കുമ്പോൾ ഓരോ വർഷങ്ങളിലും കട്ട് ഓഫ് കൂടിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വർഷം വരുമ്പോഴെന്താവാനേ സാധ്യതയുള്ളൂ, കട്ട് ഓഫ് കൂടാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം തന്നെ നിങ്ങൾ ആ തംബ്നെയിൽ നോക്കിയപ്പോഴാണെങ്കിൽ നമ്മൾ കട്ട് ഓഫ് ഇത് എങ്ങോട്ടെന്നാണ് ഇട്ടേക്കുന്നത്. കാരണം കട്ട് ഓഫ് നല്ലോണം ഇൻക്രീസ് വരുന്നുണ്ട്, ഓരോ ഇയർ ബൈ ഇയർ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. ഇപ്പോൾ കട്ട് ഓഫിന്റെ ഇൻക്രീസ് എന്താണ് കാരണം, അതും പല ആൾക്കും ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ഓഫ് കൂടുന്നു എന്നുള്ളത്. പരിശോധിക്കുകയാണെങ്കിൽ സാറേ ഇപ്പോൾ ഏകദേശം ഒരു 90% മാർക്ക് വരെ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് ഈ വീഡിയോയുടെ അവസരം നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു ഏകദേശം 90% മുകളിൽ മാർക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ പോസ്റ്റിൽ കിട്ടുന്നുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എജൂബി പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടും, നിങ്ങളുടെ വെളുത്തുമ്പോഴിൽ ഇപ്പൊ നെറ്റ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അതുപോലുള്ള SSC സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം ഈ പറഞ്ഞ ഡേറ്റാസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. എന്തായാലും ഗോൾ സാറ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്ക്, എന്നിട്ട് കുട്ടികൾ പറയട്ടെ അവർക്ക് എങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കുട്ടികളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയരുത് എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട്. ഇപ്പൊ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം. ഇപ്പോ ഈ പറഞ്ഞ 362 ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കട്ട് ഓഫ് ഈ പറഞ്ഞ 390-ന് 362 മാർക്ക് വാങ്ങിച്ച ആൾക്കാർക്ക് മാത്രമേ ഈ ജോലി കിട്ടുള്ളൂ എന്നുള്ളൊരു സത്യമുള്ളൂ. അല്ല, 362 എന്ന് പറയുന്ന കട്ട് ഓഫിലേക്ക് ഇത് പോകുന്നുണ്ടെങ്കിൽ കുറെ പേര് അതിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 362 മുകളിലും മാർക്കുള്ള ആൾക്കാര് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഇത്. അപ്പൊ മിനിമം ഇത്ര നമ്മൾ വാങ്ങിക്കണ്ടേ? അപ്പൊ ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു ലെവൽ വെച്ച് തന്നെ നിങ്ങളുടെ സംസാരിക്കണം, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോയെ പറ്റി ഇപ്പൊ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്നെ പേഴ്സണലി വിളിച്ച ആൾക്കാർ, ഇപ്പൊ സാർ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളല്ലേ, എന്നിട്ടും ഇങ്ങനെ ഒരു സേഫ് സ്കോർ പറയേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് പലരും ഇപ്പൊ ഗോൾ സാറിനെ തന്നെ അറിയാം, ഗോൾ സാറിനെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടായിരിക്കും, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു മറുപടി ആയിട്ടാണ് ഇത് നിങ്ങൾ എടുക്കുക. ഈ പറഞ്ഞ കട്ട് ഓഫ്, ഈ പറഞ്ഞ 170 മാർക്ക് നിങ്ങളൊരു ടാർഗറ്റ്, ഞാൻ അന്നത്തെ വീഡിയോയിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ടാർഗറ്റ് വെച്ച് സെറ്റ് ചെയ്ത് പഠിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് 170 ഒരു ടാർഗറ്റ് വെച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. സോ ഇന്ന് നമ്മൾ അത് ഡിസ്കസ് ചെയ്യാനല്ല ഇന്ന് വന്നിട്ടുള്ള. ഇന്ന് നമ്മുടെ SSC CGL ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് കട്ട് ഓഫ് നമ്മളിത് പറയും.
ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിനകത്തും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ്, കസ്റ്റംസ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, ഇതിലേക്കെല്ലാം ഓരോ പോസ്റ്റ്. ഇപ്പോൾ പല ആൾക്കാരും ഓരോ പോസ്റ്റ് കണ്ടിട്ടാണ് ഈ എക്സാം എനിക്ക് വേണം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ പോസ്റ്റാണ് ഡ്രീം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നിങ്ങളുടെ മാർജിൻ എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സാറേ, ഇപ്പോ ഇത് കണ്ടിട്ട് യൂസ്ഫുൾ ആവുന്ന അടുത്ത പ്രാവശ്യം നോക്കിയിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ബിഗിനേഴ്സ് ഇപ്പൊ ഒരു മിനി സിവിൽ സർവീസ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ സാറിന് അറിയായിരിക്കും. ഇപ്പൊ CGL കിട്ടുക എന്നുള്ളത് പല ഇതൊക്കെ വരുമ്പം ഗ്രൂപ്പ് ബി ജസ്റ്റ് IAS, IPS, IRS, IFS ഒക്കെ താഴെ വരുന്ന പോസ്റ്റുകളോട് കൂടി വരുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഈ കട്ട് ഓഫ് കാണിച്ചാൽ പേടിപ്പിക്കുക എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി അടുത്ത 2025 CGL നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു ഉത്തരവ് കൂടെ നമുക്കിതിൽ തരാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത്രയും വലിയ കട്ട് ഓഫ് കാണിച്ച് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആക്കുക, പേടിപ്പിക്കുക എന്നുള്ളതല്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു SSC എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ കളിച്ച് സമയം കളയാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പ്രിപ്പറേഷനിലോട്ട് എന്ത് ചെയ്യുക, ട്രാക്ക് ആവുക എന്നുള്ള കാര്യം ഉദ്ദേശിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് കാണിക്കാനായിട്ട്. ഇപ്പോൾ പല ആൾക്കാർക്കും SSC CGL എഴുതുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സും ഇത്രയും ഗ്ലാമറസ് പോസ്റ്റ് ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരും പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടി ഒരു അവയർനെസ് പോലെ ആ വീഡിയോ പോകും. അപ്പോൾ ഇവിടെ ആദ്യം നോക്കുവാണെങ്കിൽ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ASO ഇൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഈ CGL-നകത്ത് തന്നെ ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളായിട്ടുള്ളത് അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റും കൂടെയാണ് എന്ന് പറയുന്നത് ഈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലുള്ള ASO എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 390, 2024 കട്ട് ഓഫ് ആണ് പറയുന്നത്. 390 എത്രയാണ് കട്ട് ഓഫ് ആയിട്ട് വന്നേക്കുന്നത്? 362.6 ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇതൊരിക്കലും ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും അങ്ങനെ ഒന്ന് പ്രോപ്പറാക്കി നിർണ്ണയിച്ച് വയ്ക്കുന്ന ഒരു സാധനമല്ല. പിള്ളേരുടെ ഇവിടെ വരുന്ന ആസ്പിറന്റിന്റെ പെർഫോമൻസ് നോക്കും. ഇപ്പൊ പല ആൾക്കാർ ഈ 362.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള കട്ട് ഓഫ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട്. ഇതിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ സ്കോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 362 എന്ന് പറയുന്ന ഒരു വലിയ കട്ട് ഓഫിലേക്ക് കൊണ്ട് വെക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവാം, നോർമലൈസേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു നോർമലൈസേഷൻ ആയിട്ട് ഈ ഒരു മാർക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഒരു 340 അബോ അല്ലെങ്കിൽ 350 അബോ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, നോർമലൈസേഷൻ കിട്ടും. ഈ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് നോക്കാം. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, CSS ആണ്. ഏതാണ്? സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലേക്കുള്ള ASO പോസ്റ്റ് തന്നെയാണ്. ASO പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് എത്രയാണ്? 353.2 ആണ്. 390 എത്ര മാർക്ക് വേണം? 353.2 വേണം. ഓക്കെ, ഇതല്ല ഇപ്പൊ ഈ പറഞ്ഞു പോകുന്ന എല്ലാം നമ്മുടെ സാലറി നോക്കിക്കോണം. സാലറി എവിടെയൊക്കെ ആയിരിക്കും വരുന്നത്? ഒരു 70,000 അല്ലെങ്കിൽ ഒരു 80,000 ഒരു 1,50,000 ഇടയ്ക്കാണ് ഏത് വരത്തുള്ളൂ. ഈ പറഞ്ഞ പോസ്റ്റുകളിലെ എല്ലാത്തിന്റെയും സാലറിയും വരത്തുള്ളൂ. അപ്പോൾ അടുത്ത പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്ത പോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് GST ഇൻസ്പെക്ടർ. ഇത് പല ആൾക്കാരും ഡ്രീം ജോബാണ് GST ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിന്റെ കട്ട് ഓഫ് നോക്കി എത്രയായിരുന്നു? 348.3 ആണ് എന്തെന്ന് പറയുന്നത് GST ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ്. പലപ്പോഴും പല ആൾക്കാർ യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും SSC-ലോട്ട് കടന്നു വരുമ്പോൾ SSC CPOയുടെ SA പോലെ തന്നെ കണക്കാക്കി കാണുന്ന ഒരു പോസ്റ്റാണ് എന്ന് പറയുന്നത് GST ഇൻസ്പെക്ടർ. അവിടെയും യൂണിഫോം പോസ്റ്റാണ്. പക്ഷെ കട്ട് ഓഫ് ശ്രദ്ധിച്ചോണം എത്രയാണ്? 348.3 ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. നിങ്ങൾ ഏതൊരു ഓൺലൈൻ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം SSC CGL സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഗ്ലാമറസ് ആയിട്ട് കാണിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇൻകം ടാക്സ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസറോ അങ്ങനെ ഏതെങ്കിലും പോസ്റ്റുകളായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് കണ്ടുകൊണ്ട്, ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും പല ആൾക്കാരും ഇതിലേക്ക് വരുന്നത് പോലും. അപ്പൊ അങ്ങനത്തെ പോസ്റ്റിന്റെ കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് എത്രയാണ് വരുന്നത്? 357.3. 390 357.3 ആണ് ഏതിന്റെ? ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ് എന്ന് പറയാം. അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത് നോക്കുമ്പോൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇൻ
ഏതാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ASO പോസ്റ്റ് കട്ട് ഓഫ് എവിടെ നമ്മളെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ASOന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ കട്ട് ഓഫ് വരുന്നുണ്ട്. എത്ര വരുന്നത്? 361.72 ഇതിന്റെ കട്ട് ഓഫ് വരുന്നത്. 390 ഇതെല്ലാം ശ്രദ്ധിച്ചോണം. എല്ലാം എത്രയ്ക്കാണ് വരുന്നത്? 390 വരുന്നത്. ഓക്കെ, നമ്മൾ ഇനി അടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ നമ്മളെ കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ മുകളിലേക്ക് നിൽക്കുന്ന പോസ്റ്റുകളെ പറ്റി ഞാൻ ഇപ്പം പറഞ്ഞു. എല്ലാം ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകൾ ആദ്യം പറഞ്ഞു. ഇത് ഈ നമ്മളെ CGLന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന പോസ്റ്റുകളാണ്. ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പോസ്റ്റൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ടാക്സ് അസിസ്റ്റന്റ് ഇൻ CBICയും അതുപോലെ തന്നെ CBDTയും CBICയിലെ ഉള്ള ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ്. ഇത് രണ്ടും നോക്കിയാൽ CGLന്റെ സ്റ്റാർട്ടിങ് വരുന്ന. ഇപ്പൊ പല ആൾക്കാർക്കും അറിയായിരിക്കും പോസ്റ്റൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോസ്റ്റൽ അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ആദ്യം CHSL-ആയിരുന്നു. 2020-21 കാലയളവിലൊക്കെ അതിന് മുന്നേ വരെ CHSL കടന്ന പോസ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ മാറ്റി എങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്? CGL-ലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കട്ട് ഓഫ് എത്ര? 335.7. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഒരു CGL 2024 CGL നോർമൽ ആയിട്ട് ക്ലിയർ ചെയ്യണ ഒരാൾക്ക് ബേസിക് ആയിട്ടുള്ള പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പൊ എത്ര മാർക്ക് നേടിയിരിക്കണം? 335.7 മാർക്ക് നേടിയിരിക്കണം. എന്നാൽ മാത്രമേ ഈ തവണ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് വരത്തുള്ളൂ, ജോലിയിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ. 2024 ജോലി കിട്ടിയ എല്ലാവരും CGL-ലേക്ക് ക്ലിയർ ആയ എല്ലാവരും ഏതിന്റെ മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ട്? 335.7 മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് നേടിയിട്ടുണ്ട്. ഇനി ഈ ടാക്സ് അസിസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിലാണ് ടാക്സ് അസിസ്റ്റന്റ് എങ്കിൽ കട്ട് ഓഫ് വരുന്നത് 339.3. അതേസമയം ഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണെങ്കിൽ എന്താണ് കട്ട് ഓഫ് വരുന്നത്? 341.1 എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന എല്ലാം ടോപ്പ് മോസ്റ്റ് അല്ല, കുറച്ച് നമ്മുടെ CGL-നകത്ത് തന്നെ ക്ലിയർ ആയി കയറുന്നു. സാലറിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. 50ഉം 60ഉം ഒക്കെ സാലറി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ ഏറ്റവും താഴെ നമ്മൾ പലപ്പോഴും ഡ്രീം ജോബായിട്ട് കാണുന്ന എല്ലാം മുകളിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് ഡ്രീമായിട്ട്. അപ്പൊ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ മാർജിൻ എങ്ങോട്ട് പോകണമെന്നുള്ളത് നമുക്ക് അടുത്തൊരു അനാലിസിസിലൂടെ നോക്കാം. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാവരും ഓവർവ്യൂ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം പറഞ്ഞ ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. MEI മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, എക്സൈസ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ASO ഇൻ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടുത്തെ മാർക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 362.6 ആദ്യം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മാർക്ക് എന്ന് പറയുന്നത്, കട്ട് ഓഫ് എന്ന് പറയുന്നത്. അവിടെ നോക്കി ഞാൻ ഇവിടെ പെർസെൻറ്റേജ് എഴുതിയിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജാ? 93%. എന്ന് വെച്ചാൽ മൊത്തം 100% ഉണ്ടെങ്കിൽ അതിനകത്ത് 93% മാർക്ക് ഒരാൾ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്താൽ മാത്രമേ അവൻ എങ്ങോട്ടേക്ക് എത്താനായിട്ട് വരത്തുള്ളൂ? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. 2024 കണക്ക് വെച്ച് 93% അക്യൂർ ചെയ്താൽ മാത്രമേ അയാൾ ഏതൊരു പോസ്റ്റിലേക്ക് എത്തത്തുള്ളൂ? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ഉയർന്നു വരത്തുള്ളൂ. അടുത്ത സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലാണെങ്കിൽ എത്രയാണ്? 90% സ്കോർ ചെയ്യണം. അടുത്ത എക്സൈസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ GST ഇൻസ്പെക്ടർ ആണെങ്കിൽ എത്ര സ്കോർ ചെയ്യണം? 89% മാർക്ക് സ്കോർ ചെയ്യണം. ഇനി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണെങ്കിലോ 91% മാർക്ക് സ്കോർ ചെയ്യണം. അതേസമയം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ASO പോസ്റ്റ് ആണെങ്കിൽ എത്ര സ്കോർ ചെയ്യണം? 92% സ്കോർ ചെയ്യണം. അപ്പൊ എല്ലാം 90, 85-ന്റെയും 90-ന്റെ ഇടയ്ക്കാണ് നമ്മളെ ഗ്ലാമറസ് പോസ്റ്റിന്റെ എല്ലാം എന്ത് ഇരിക്കുന്നത്, ശതമാനം പെർസെന്റേജ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും SSC പഠിക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പൊ ശതമാനം എന്താണെന്നൊന്നും കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ മോക്ക് അടിക്കുമ്പോഴാണെങ്കിലും പെർസെന്റേജും കാണാറുണ്ട്, പെർസെന്റൈലും കാണാറുണ്ട്. അതിന്റെ ഡിഫറൻസ് പോലും പല ആൾക്കാർക്കും അറിയാം. അപ്പോൾ അത് കൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് പെർസെന്റേജും കൂടെ കൺവേർട്ട് ചെയ്ത് പറഞ്ഞ പെർസെന്റേജ് പറയുമ്പോൾ നോക്കിയത് 362.6 എന്ന് പറയുമ്പോൾ തന്നെ 390 എത്ര ശതമാനം? ഏകദേശം 93% വരുന്നുണ്ട്. അതൊരു വലിയ മാർക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ? പക്ഷേ ഇപ്പൊ പല ആൾക്കാരും പറഞ്ഞു ഇത്രയും മാർക്ക് എന്നെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യം പറയുന്നത്. ഇത്രയും മാർക്ക് കിട്ടിയവൻ ഒരിക്കലും ഡ്രോപ്പ് ചെയ്ത് പോവാതിരുന്നുകൊണ്ടല്ലേ അവൻ ആ മാർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട്, കൺസിസ്റ്റൻസിയോടെ നല്ല രീതിയിൽ ഒരു ദിവസം എത്ര അവേഴ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിൽ അവന്റെ പ്രിപ്പറേഷൻ അവൻ മോട്ടീവാക്കി വെച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ 362 മുകളിലേക്കുള്ള പോസ്റ്റിലേക്ക് എന്ത് ചെയ്തേക്കുന്ന ആൾക്കാർ സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇത് കണ്ടാരും എന്ത് ചെയ്യരുത്, ഡൗൺ ആവരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഏത് രീതിയിൽ അതിന്റെ ഒരു ആക്കം കൂട്ടാം എന്നുള്ളത് ചിന്തിക്കും. ഇനി നമ്മുടെ താഴേക്കുള്ള പോസ്റ്റുകളുടെ ശതമാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
87, 86, 85. ഓക്കെ, ഇത് ഏറ്റവും താഴെ ഏറ്റവും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോസ്റ്റ് നോക്കിയാൽ ഏതാ? പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്. അതിന്റെ ശതമാനം എത്രയാണ് വരുന്നത്? 85% വരുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോസ്റ്റ് മുതൽ അങ്ങ് ടോപ്പ് മോസ്റ്റ് ഉള്ള പോസ്റ്റുകൾ നോക്കുമ്പോൾ 85% മുതൽ ഏകദേശം 93, അതിനാണെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്ത് 95%. 85-ന്റെയും 95% ഇടയ്ക്ക് എന്ത് ചെയ്യണം? സ്കോർ ചെയ്താൽ മാത്രമേ 2024 കണക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? CGL-നകത്തേക്കുള്ള ഒരാൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ഇത് കിട്ടാത്ത സാധനങ്ങളൊന്നും അല്ല. ഓക്കെ, ഇതൊരിക്കലും നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളല്ല. എന്ത് ചെയ്യാം? നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 85%-നും 95%-നും ഇടയ്ക്ക് മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ 2025 CGL-ലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അയാൾ ഏത് ടാർഗറ്റ് സെറ്റ് ചെയ്താലാണ് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, നോട്ടിഫിക്കേഷൻ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ 2025 CGL വരുന്നുണ്ട്. ഒരിക്കലും ഒരാൾ പോലും എന്ത് ചെയ്യാൻ നിൽക്കുക? നിങ്ങൾക്ക് CGL ആണ് നിങ്ങളുടെ ഡ്രീം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചങ്ങ് തുടങ്ങാം അങ്ങനെ പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഭയങ്കര ലെഗ് ഫാക്ടർ അതിനകത്തുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് ജോലി കിട്ടുന്നുള്ളൂ. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വേണം. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ CGL നോക്കുവാണെങ്കിൽ CGL എന്ത് ചെയ്യുന്നു? നമുക്ക് 2 ഘട്ടങ്ങളായിട്ടാണ് എക്സാം നടക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് Tier 1-ഉം അതുപോലെ തന്നെ Tier 2. Tier 1 നടക്കുന്നത് എത്ര മാർക്കിനാണ്? 200 മാർക്കിനും. അതുപോലെ തന്നെ Tier 2 ആണെങ്കിൽ 390 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്? Tier 2 നടക്കുന്നത്. ഈ 200 മാർക്കിന് എത്ര മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സോ അല്ലെങ്കിൽ ഈ നമ്മുടെ Tier 1 എന്ന് പറയുന്നത് 2021 വരെ നോക്കുകയാണെങ്കിൽ ആ മാർക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു 2020 വരെയുള്ള CGL. കാരണം ആ മാർക്ക് കൂടെ നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരും. രണ്ട് ടിയറിലെയും കൂടെ മാർക്ക് കൂട്ടിയായിരുന്നു 2020 വരെ ചെയ്തിരുന്നത്. ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? Tier 1 എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു ക്വാളിഫയിങ് നേച്ചറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്ര മാർക്ക് നേടിക്കഴിഞ്ഞാൽ ആ ഒരു Tier 1 എന്ന് പറയുന്ന ക്വാളിഫൈ ചെയ്ത് പോവാ എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കട്ട് ഓഫുകളൊക്കെ വെച്ചുകൊണ്ട് ഓരോ വർഷവും കട്ട് ഓഫ് കൂടുന്നുണ്ട്, കുറയുന്നില്ല. എല്ലാ വർഷവും കട്ട് ഓഫ് കൂടുന്നുണ്ട്. വേക്കൻസി ഇനി കുറയുവാണെങ്കിൽ എന്തിനേ ചാൻസ് ഉള്ളൂ? കട്ട് ഓഫ് കൂടാൻ, ഇതിൽ നിന്ന് കട്ട് ഓഫ് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു സേഫ് സ്കോർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 165-ന്റെയും 170-ന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? സേഫ് സ്കോർ പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അത് എങ്ങോട്ടും പോവാ, 170-ന്റെ മുകളിലേക്ക് ചിലപ്പോൾ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് വേക്കൻസിയിൽ അത്രയും താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? 170-ന്റെ മുകളിലേക്കൊക്കെ കട്ട് ഓഫ് പോകാനുള്ള ചാൻസ്. എന്തായാലും 165-ന്റെയും 170-ന്റെ ഇടയ്ക്ക് വരാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? ചാൻസ് കാണുന്നത്. ഇനി ഇതേ സമയം നിങ്ങൾ Tier 2-ലോട്ടാണ് പോകുന്നതെങ്കിൽ 390 ഇപ്പൊ നമ്മൾ കണ്ടു. എത്രയാ? 362ഒക്കെയാണ് എന്നു പറയുന്നത് ടോപ്പ് മോസ്റ്റ് പോസ്റ്റിലേക്ക് എത്താനായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു സേഫ് സ്കോർ പറയുവാണെങ്കിൽ ഇനി പറയാം, എത്ര പറയാം? 345-ന്റെയും 350-ന്റെ ഇടയ്ക്കായിരിക്കും എന്ത് വരിക? ഒരു സേഫ് സ്കോർ. 2025 CGL പ്രിപ്പയർ ചെയ്യുന്ന ഒരാള് അവൻ Tier 2 ഇപ്പൊ Tier 1 കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ Tier 2-ന്റെ മോക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ സ്കോർ എങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യുക? 350+ ടാർഗറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർ നോർമലൈസേഷൻ കിട്ടത്തില്ലേ? നോർമലൈസേഷൻ എത്ര മാർക്കാണെന്ന് നേരത്തെ അറിയാനായിട്ട് പറ്റുമോ? ഷിഫ്റ്റിലുള്ള എല്ലാവരും ഒരേപോലെ നല്ലപോലെ പെർഫോം ചെയ്തതിന് നോർമലൈസേഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നോർമലൈസേഷൻ മാർക്ക് കുറയാനും ചാൻസ് ഉണ്ട്, കൂടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റ് എവിടെ ഉറപ്പിക്കുക? 345-ന്റെയും 350-ന്റെയും ഇടയ്ക്ക് ടാർഗറ്റ് ഉറപ്പിക്കുക. ആ രീതിക്കായിരിക്കും എവിടെ കട്ട് ഓഫ് വരാനായിട്ട് പോകുന്നത്? 2025-ലേക്ക് കട്ട് ഓഫ് വരാനും സാധ്യത വളരെ കൂടുതലുള്ളത് ഇതിലേക്കാണ്. അപ്പോൾ ഇനി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് എത്തുക? വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ലപോലെ പഠിക്കണം. വെറുതെ ഇങ്ങനെ ഇതിലേക്ക് വരിക, വെറുതെ കളിച്ച് നടക്കുക എന്നുള്ള രീതി നടന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സാം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ കുറഞ്ഞതൊരു 8 മുതൽ 10 മണിക്കൂർ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റഡി അവേഴ്സ് വന്നാലേ പറ്റത്തുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 8 to 10 അവേഴ്സ് എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്റ്റഡി അവേഴ്സ് വരണം. ഈ 8 to 10 അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക് പഠിക്കായിരുന്നു, ഞാൻ രാത്രി 12 മണി വരെ പഠിച്ചു എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്.
പക്ഷെ അത് 8 മണിക്കൂർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണത്തില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെറുതെ എണീറ്റ് നടക്കാനോ ഫോൺ നോക്കാനോ ചിലപ്പോൾ ഒരു റീൽസ് കാണാനെന്നൊക്കെ പറഞ്ഞ് എടുത്ത് സ്ക്രോൾ ചെയ്തിട്ട് 1 മണിക്കൂർ അതിൻ്റെ പിന്നെ പോകും. വൈകിട്ട് 4 മണി തൊട്ട് 12 മണി വരെ ചിലപ്പോൾ ഇരിക്കണ കസേര ഇരിക്കും. പക്ഷെ നിങ്ങൾ അറ്റ് ദ എൻഡ് നിങ്ങൾ സ്റ്റഡി അവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 4 hours ഒക്കെ ആയിരിക്കും സ്റ്റഡി അവേഴ്സ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 8 hours സ്റ്റഡി അവേഴ്സ് വരുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഒരു ടൈമർ വാങ്ങിച്ചു വെച്ചോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പഠിത്തം തുടങ്ങുന്ന മുതൽ നിങ്ങൾ ആ ടേബിളിൽ നിന്ന് എണീക്കുന്നത് വരെ എത്ര ടൈം പഠിച്ചു, ആ ഒരു ടൈം ആഡ് ഓൺ 8 hours മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ദിവസത്തെ സ്റ്റഡി എന്ന് പറയുന്നത് അവിടെ എൻഡ് ചെയ്യുക. ആ രീതിയിൽ മാത്രം എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അങ്ങനെ അത്രയും വർക്ക് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ CGL എന്നല്ല, അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന SSCയുടെ സെലക്ഷൻ പോസ്റ്റ് ആവട്ടെ, CHSL, CGL, MTS, ഡൽഹി പോലീസ്, CPO, SI എല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിങ്ങൾ ഒരു 4 മുതൽ 6 മാസം വരെ ഈ ഒരു 8 hours സ്റ്റഡി അവേഴ്സ് കൊടുത്തിട്ട് നല്ലോണം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് സെൻട്രൽ ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു ജോലി നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അതേസമയം CGL ആണ് ഇതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ലോണം ടാർഗറ്റ് ചെയ്യുക. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ CGLന്റെ എക്സാമിനകത്ത് ഏറ്റവും വെല്ലുവിളിയായിട്ട് വരുന്ന 2 ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് ഇംഗ്ലീഷും അതുപോലെ തന്നെ GA ആണ്. 2 ഏരിയാസ്. ഇംഗ്ലീഷിലും GAയിലും സ്കോർ ചെയ്യുന്നതാണ് പലപ്പോഴും എന്തിനെ നിർണ്ണയിക്കുന്നത്, റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്നത്. കാരണം റീസണിങ്ങും മാത്സും എല്ലാവരും ഫുൾ അറ്റംപ്റ്റ്. ഓക്കെ, നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് പിന്നിലാണെന്ന് വേണമെങ്കിലും ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നേരത്തെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ SSCയിലൊക്കെ 2018 ആ ഒരു 17 കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ SSC ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മൾ ആ SSC റിലേറ്റഡ് ആയ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നതും കൂടുതൽ നോർത്ത് ഇന്ത്യൻസിനായിരുന്നു. പക്ഷെ ഇപ്പൊ അതിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. കാരണം സൗത്ത് ഇന്ത്യയിലുള്ള നമ്മളിപ്പോ കേരളം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നല്ലോണം ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ കോമ്പറ്റീഷൻ എന്തായാലും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അങ്ങോട്ട് വരുമ്പോഴും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും പലപ്പോഴും ആദ്യം മാത്സും റീസണിങ്ങിനും ആണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഇപ്പോൾ അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ മാത്സിന്റെ റീസണിങ് അറ്റംപ്റ്റ് ഫുൾ ആക്കുക. മാത്സ് റീസണിങ് അറ്റംപ്റ്റ് ഫുൾ ചെയ്യുക. അത് ഞാൻ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യും എന്നുള്ള ഉറപ്പ് സ്വന്തമായിട്ട് മനസ്സിലുണ്ടാക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരുന്ന ഏരിയയാണ് ഇംഗ്ലീഷും GA. അതില് ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നതും പല ആൾക്കാരും എന്താക്കി മാറ്റിയിട്ടുണ്ട്, എളുപ്പം സബ്ജക്റ്റ് ആക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. കാരണം അവർ അതിന്റെ മുകളിൽ അത്രത്തോളം സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നുണ്ട്. കട്ട് ഓഫ് കൂടുന്നതിന് ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റേഴ്സ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഈ എക്സാംസ് എഴുതുന്ന ആൾക്കാർ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്ന ഒരുത്തിന് ഒരിക്കലും റീസണിങ് മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. അവന്റെ ടാർഗറ്റ് കൂടുതലും കൊടുക്കുന്ന ഏതിലായിരിക്കും, ഇംഗ്ലീഷിലും GAയിലും ആയിരിക്കും. അപ്പൊ അവൻ ടാർഗറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാത്സ് റീസണിങ് പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷിനും GAയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവന്റെ മാർക്ക് എന്ത് ചെയ്യും, കൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടത് മാത്സ് റീസണിങ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സിലബസ് എത്രയും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കവർ ചെയ്തിട്ട് അതിന്റെ പ്രാക്ടീസ് എന്നുള്ള രീതിയിലേക്ക് മാറുക. മാത്സ് റീസണിങ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ അതിന്റെ പ്രാക്ടീസ് മാത്രം. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഫുൾ മോക്കും ചെയ്യാം, സെക്ഷൻ മോക്ക് ചെയ്യാം, ചാപ്റ്റർ മോക്ക് ചെയ്യാം. ഏത് മോക്ക് ചെയ്താലും അതിന്റെ പ്രാക്ടീസ് എന്തും ചെയ്താൽ മാത്രം മതി. സിലബസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യും. പിന്നെ നിങ്ങൾ കൂടുതൽ സ്പെസിഫിക്കേഷൻ കൊടുക്കേണ്ട ഏതിനകത്താണ്, ഇംഗ്ലീഷിനകത്തും ജനറൽ അവയർനെസ്സിനകത്തുമാണ്. ഈ ജനറൽ അവയർനെസ്സിൽ തന്നെ 6 മുതൽ 7 ക്വസ്റ്റ്യൻ വരെ ഏതിൽ നിന്ന് വരുന്നുണ്ട്, കറണ്ട് അഫേഴ്സിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ജനറൽ അവയർസിനകത്ത് തന്നെ 6 മുതൽ 7 ക്വസ്റ്റ്യൻ കറണ്ട് അഫേഴ്സ്, ഡെയിലി കറണ്ട് അഫേഴ്സ്. നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നു, നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അത് പ്രിപ്പയർ ചെയ്താൽ പോലും നമുക്ക് കുറെ കൂടെ പിന്നിലേക്കും കറണ്ട് അഫേഴ്സ് നോക്കണം. ഓക്കെ അല്ലേ? ഏകദേശം CGL എക്സാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷത്തിന്റെ രീതിയിൽ വരെ എന്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, കറണ്ട് അഫേഴ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഡെയിലി ഉള്ളത് നോക്കുക. ഇതിനു മുന്നേ കഴിഞ്ഞു പോയ മാസങ്ങളിലെ മന്ത്ലി കറണ്ട് അഫേഴ്സ് എടുത്ത് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ കറണ്ട് അഫേഴ്സിലും കൂടെ കുറെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. ജനറൽ അവയർനെസ്സിൽ ബാക്കിയുള്ള ടോപ്പിക്സ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിലും ഇപ്പോൾ റെയിൽവേയിൽ നിന്ന് നോക്കുമ്പോൾ SSCക്കകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കുറച്ചുകൂടെ ചോദ്യങ്ങൾ കുറവാണ്. അതേസമയം ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി അവിടെയൊക്കെ എന്ത് ചെയ്യുക, കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എപ്പോഴും മോക്ക് ഒരു വലിയൊരു ഘടകമാണ്. നിങ്ങൾ നല്ലൊരു സ്കോർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ കുറഞ്ഞ ഒരു 60 മുതൽ 80 മോക്ക് എന്ത് ചെയ്യണം. ഒരു ബിഗിനർ ആണെങ്കിൽ പോലും
60 മുതൽ 80 മോക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഒരു മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി ഒരു 60% 70% സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാണോ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാൻ നിൽക്കരുത്. സിലബസ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്തിലോട്ട് കടക്കുക, മോക്ക് ടെസ്റ്റിലോട്ട് കടക്കുക. 60 മുതൽ 80 മോക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഏത് എക്സാമിനേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക, CGL പോലുള്ള എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. ഇപ്പോൾ ബിഗിനേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തെങ്കിലും ഒരു കോച്ചിങ് നിങ്ങൾ എടുത്ത് ഒരു ഗൈഡ് ലൈൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അവിടെ നിന്ന് പഠിച്ചു തുടങ്ങാതെ ആരെങ്കിലും ഒരു ഗൈഡൻസോടെ നല്ല രീതിക്ക് നല്ലൊരു മാർഗത്തിൽ, ഇപ്പൊ ഇതിനകത്ത് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ് വേണ്ടത്. എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള കാര്യം അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻ വെച്ച് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ ഓൺലൈൻ ആണെങ്കിലോ എങ്ങനെയെങ്കിലും ഒരു കോച്ചിങ് എടുത്ത് ആ ഒരു ഗൈഡ് ലൈൻ വെച്ച് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരാണെങ്കിലും, ചിലപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയായിരിക്കും ഏതൊക്കെ ഏരിയ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ കിട്ടും എന്നുള്ളത് അറിയായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുക, അതിൻ്റെ ആ രീതിയിൽ ഇംഗ്ലീഷിനും GK ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക, അവരുടെ സ്കോറിനെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻ സ്ട്രോങ് ആക്കാൻ, കൂടുതൽ സ്ട്രോങ് ആക്കാൻ നോക്കുക. വീക്ക് ആയിട്ടുള്ള പോർഷൻ എന്ത് ചെയ്യുക, സ്ട്രോങ് എന്നുള്ള ഏരിയയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ 2025 CGL പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ കട്ട് ഓഫ് എപ്പോഴും മൈൻഡ് ഉണ്ടാവണം. കട്ട് ഓഫിന്റെ ശതമാനം വരുന്ന 85%, 95% ഇടയ്ക്കുള്ള മാർക്കുകളിലാണ് കട്ട് ഓഫ് വരുന്നത്. എന്തിന്റെ 85%? 390ന്റെ 85%, 390ന്റെ 95% ഇടയ്ക്കാണ് എന്ത് വരുന്നത്, കട്ട് ഓഫ്സ് വരുന്നത്. അത് എപ്പോഴും മൈൻഡിൽ വെച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നല്ലൊരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ? അതുപോലെ സാറേ, ഇപ്പൊ ഈ കണക്കുകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ അഡീഷണലി ഒന്ന് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് മാസം 15-ാം തീയതിയാണ്. 15-ാം തീയതി മാർച്ച് 15, അതായത് മാർച്ച് ഹാഫിലാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വരിക ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ ഒരു ഹാഫിനകത്ത്, ഇനി ഒരു മാസത്തിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞാൽ അടുത്ത് ജൂൺ ജൂലൈയിലാണ് SSC എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി നമുക്ക് മാക്സിമം നോക്കിക്കയറി ഒരു 120 ഡേയ്സ് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇനി പഠിക്കാൻ ആയിട്ട് സമയം കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് അഡീഷണലി ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാച്ച്, അതായത് SSC CGL 2025 വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ നമ്മളെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരിക്കലും നിങ്ങളെ കമ്പൽ ചെയ്യില്ല. ബട്ട് നമ്മുടെ ഒരു റിസൾട്ട് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. നമുക്ക് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ പ്രിലിംസ് റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. 100% സക്സസ് റേറ്റാണ് നമുക്ക് ആ ഒരു എക്സാം. ഇപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വന്ന കുട്ടികൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂ നമുക്കിതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് GD ശേഷം പറയാം. ഇപ്പോൾ സാറ് പറഞ്ഞ വേറെ ഒന്നുമില്ല, ഇപ്പോൾ GD അത്യാവശ്യം കുറച്ച് കുട്ടികൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇപ്പോൾ എക്സാം കഴിഞ്ഞു, എല്ലാവരുടെ ഫീഡ്ബാക്കും എടുത്തുകൊണ്ട് ആവറേജ് 80 മാർക്ക് നമുക്ക് വേണം ആവറേജ് പറയാം. ഇപ്പോൾ 80-ന് മുകളിലുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. മിനിമം ഒരു ആവറേജ് നമ്മൾ എടുത്തപ്പോൾ ഒരു 80 മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 62 പോയിന്റ് സംതിങ് അല്ലേ, 62 പോയിന്റ് സംതിങ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. ഇപ്രാവശ്യം നമ്മുടെ ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും കട്ട് ഓഫ് കടന്നിട്ടുണ്ട്. ആവറേജ് 80+ വാങ്ങിച്ച ആൾക്കാർ തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറയാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വന്നതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് അവരുടെ ഫോട്ടോ കാണിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രിലിംസ് മാത്രമേ ആയിട്ടുള്ളൂ. അടുത്ത ഇനി മെയിൻസിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ജോലി കിട്ടിയതിന് ശേഷം അവരുടെ ഫോട്ടോ വെക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള നമുക്കൊരു പോസ്റ്റർ നമ്മൾ കാണിക്കാതിരുന്നത്. ഇനി നമ്മൾ ബാക്ക് ടു നമ്മുടെ തീവ്രം ബാച്ച്, അതായത് നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ്റെ സെൻറ്റർ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റർ വരുന്നത്. നിങ്ങൾക്ക് ഈ ഫാക്കൽറ്റീസിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും.
അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ്, ഈ ഫീൽഡിൽ നിൽക്കുന്നതിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തത് കൊണ്ട് ജോലി കിട്ടും എന്നുള്ളത് നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് പറയില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഗോൾ സാർ ഈ പറഞ്ഞതുപോലെ ഈ 93% വാങ്ങിക്കുന്ന ആളോ 90% അല്ലെങ്കിൽ 89, ഇപ്പോൾ നമുക്ക് 85% മാർക്ക് വാങ്ങിച്ച ആൾക്കാർ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബലം കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടിയെന്ന് ഞാൻ പറയില്ല. ഗൈഡ് ലൈൻസും ആ റൂട്ട് അവർക്ക് വേണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അറ്റ് ദ എൻഡ് ഈ പറഞ്ഞ കുട്ടികൾ എഫേർട്ട് ഇട്ടത് കൊണ്ട് മാത്രമാണ് അവർക്ക് ജോലി കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. ഇപ്പോൾ ഗോൾ സാറും അങ്ങനെയാണെന്നാണ് ഞാൻ. എപ്പോഴായാലും ഒരാളുടെ എഫേർട്ട് എന്ന് പറയുന്ന ജോലിയിൽ തന്നെ വലിയ പങ്ക് വഹിക്കുന്നത്. ഒരിക്കലും നമുക്കൊരു ഗൈഡ് ലൈൻസ് കിട്ടും, എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എങ്ങനെ പഠിക്കാം എന്നുള്ള രീതി മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞ 8 മുതൽ 10 മണിക്കൂർ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരു സമയം, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു സ്റ്റുഡൻസ് ആസ്പിറൻസ് ഇരുന്ന് പഠിക്കുന്ന ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ബി എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് പോകണം. നമുക്ക് ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, ഇനി വളഞ്ഞ് ഇങ്ങനെ പോവാം. മനസ്സിലായില്ലേ? ഒരു കോച്ചിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇന്ന റൂട്ടിൽ പോകാം എന്നുള്ളത് അവർക്ക് നിങ്ങൾക്ക് ഗൈഡ് ലൈൻ ചെയ്ത് തരാൻ പറ്റും. പക്ഷേ ഇന്ന റൂട്ടിൽ പോകണോ വേണ്ടേ എന്നുള്ളത് ആര് തീരുമാനിക്കണം? ഈ പറഞ്ഞ ആസ്പിരൻസ് തീരുമാനിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ ഡെയിലി ഒരു 8 to 10 hours നിങ്ങൾ കഷ്ടപ്പെടാൻ ഈ SSC CGL വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈനായിട്ട് നമ്മുടെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറുണ്ട് 8714370888 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം കൂടെ കുട്ടികളോട് ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തീവ്രം ബാച്ച് നെക്സ്റ്റ് വീക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു 100ന് പുറത്ത് ലൈവ് സ്റ്റുഡൻസ് ഇപ്പം തന്നെ നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പം ഇവരെടുത്തും ഞാൻ ഇതേ കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഇവർക്ക് ഇപ്പം കോച്ചിങ് എടുത്തു 7 ദിവസം വരെ നമ്മൾ സമയം കൊടുക്കും. 7 days നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. 7 days, അതായത് 1 വീക്ക് അവർക്ക് നോക്കാം. കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ 100% നമ്മൾ ഫീസ് റീഫണ്ട് ചെയ്യും. 100% ഫീസ് നമ്മൾ റീഫണ്ട് ചെയ്യും. ഇത് ഞാൻ ഓൺ റെക്കോർഡാണ് പറയാൻ. അഡ്മിഷൻ എടുത്ത് 7 ദിവസം വരെ നമ്മൾ സമയം കൊടുക്കും. ഭാഗ്യവശാൽ ഇതുവരെ എജുബിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുവരെ റീഫണ്ടും ഇതുവരെ വന്നിട്ടില്ല. സോ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടെയായി പറയുന്നത്. ബെസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമിന് നമുക്ക് തരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. സോ ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാണ്ടോ സാറ്? ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, CGL കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടെലഗ്രാം ഗ്രൂപ്പിൽ വേണമെങ്കിൽ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് എപ്പോഴും നമ്മൾ വരുന്ന നോട്ടിഫിക്കേഷൻസ്, റിസൾട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ബാച്ചസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആ ഗ്രൂപ്പ് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂടുതൽ വിവരം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ എപ്പോഴൊക്കെയാണ് കറക്റ്റായിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ പുതിയ ബാച്ചസ് എപ്പോഴാണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോസോ ഇപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അത് അന്വേഷിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളോട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും SSC CGL എന്നൊരു മോഹം ഉണ്ടാവും. അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. താങ്ക് യു.